നമ്മുടെ പത്മകുമാർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംവിധായകനാണ് പത്മകുമാർ. നല്ലൊരു ക്രാഫ്റ്റുള്ളൊരു സംവിധായകനാണ്. കുറച്ച് നാളായി അദ്ദേഹത്തിൻ്റെ പടം വന്നിട്ട്. പക്ഷേ ഈ പടം നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടി പോയി കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഉയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു തുടക്കത്തിലെ നമുക്ക് ആ തിയേറ്ററിൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവെൽ വരെ ആ കഥയിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് അവർ കുറച്ച് സമയമെടുത്തു. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടത്തിൻ്റെ ലെങ്ത് കുറച്ച് കഴിഞ്ഞാൽ നല്ലത്. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫാസ്റ്റായിട്ട് പോയേനെ. നല്ലൊരു സ്റ്റോറിയാണ്. ഇത് നമ്മുടെ നാട്ടിൽ നടന്നൊരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സ്റ്റോറിയാണ്. അതുപോലെ തന്നെ ഒരു നായികയുണ്ട്. ഒരു നായികയ്ക്ക് മാത്രമാണ് പ്രാധാന്യമുള്ളൂ. അപ്പോൾ ഒരു അഭിഹിതത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു ക്രൈമും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളും ഇതൊക്കെയാണ്. അത് ആ കഥയിലേക്ക് ഇൻ്റർവെല്ല് വരെ നമ്മളെ ശരിക്കും കുറച്ച് നേരം ബോറടിപ്പിക്കും. നമ്മളെ ഇൻ്റർവെല്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ക്ലൈമാക്സ് ആകുമ്പോൾ പടത്തിലേക്ക് പ്രേക്ഷകരും കൂടിയിട്ട് എൻജോയ് ചെയ്ത് തുടങ്ങി എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സിൽ വരുമ്പോൾ നമുക്ക് കുട്ടികളെ സ്നേഹിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ. കുട്ടികളോടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണല്ലോ. അവരെ മുഖം കാണുമ്പോഴും അവർക്ക് പരിസരം അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള ബന്ധങ്ങളൊന്നുമില്ല. അവർക്ക് അച്ഛൻ അമ്മ അതുപോലെ തന്നെ അവരെ കളി അവരുടെ അനിയൻ ചേട്ടൻ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ചെറുപ്പക്കാലം നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 കുട്ടികളുടെ ഒരു ക്ലൈമാക്സ് ലാസ്റ്റ് വന്നപ്പോൾ ആർക്കായാലും ഒരു തുള്ളി കണ്ണീരിപ്പോൾ എന്തായാലും നമുക്ക് വരാനുള്ള ഒരു സിറ്റുവേഷനിലാണ് ആ ഒരു ക്രാഫ്റ്റ് അതിൻ്റെ കണ്ടൻറ്റ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പടം ഒരു തരക്കേടില്ലാത്തൊരു പടമാണ്. ഇന്ന് ഇതിലൊരു ക്രൈം ത്രില്ലറും മറ്റുള്ള കാര്യങ്ങളായിട്ട് അങ്ങനെ ഭീകരമായുള്ള ക്രൈം ത്രില്ലറൊന്നുമല്ല. നമുക്ക് അത് കാണുമ്പോൾ തന്നെ അവർ ആ സസ്പെൻസ് ഒന്നും അവരധികം ഇട്ടിട്ടൊന്നുമില്ല. ആ സസ്പെൻസ് ഇടാണ്ട് തന്നെയാണ് ആ കഥയുടെ അന്വേഷണങ്ങൾ ചുരുളഴിയുന്നത്. പക്ഷേ ആ അന്വേഷണത്തിലെ വില്ലൻ കഥ ഞാൻ പറയുന്നില്ല. കഥ പറഞ്ഞ് നിങ്ങളെ കാണാനുള്ളൊരു മൂഡ് വൈബ് ഞാൻ കളയുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പടമുണ്ട്. ചില പോരായ്മകളൊക്കെ ഉണ്ട്. അതും നമ്മളൊന്നൊരു സിനിമയാകുമ്പോൾ നമ്മളതൊക്കെ കണ്ണടച്ച് മനസ്സിലാക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കുറേ ആൾക്കാരെ ഉപജീവന മാർഗ്ഗമാണ്. ഒരു പ്രൊഡ്യൂസറെ കോടികൾ ചെലവ് ചെയ്തുള്ളൊരു സംരംഭമാണ്. അതും ഒരു വ്യത്യസ്ത